ഇപ്പൊ കണ്ടന്റ് ഓറിയന്റഡ് ഉള്ള സിനിമകളാണ് കൂടുതൽ ഓടുക, പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസും വേണം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ശുക്രൻ പോലുള്ള സിനിമകൾ എന്തായിരിക്കും കൂടുതൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുക? അതെനിക്ക് തോന്നുന്നു ഡയറക്ടർ പറഞ്ഞില്ല. അതെനിക്ക് മാത്രം അല്ല. ഇതില് ശുക്രൻ ഇപ്പൊ എന്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇത്രയും നാളെ എനിക്ക് ശുക്രൻ വലിയ ഇമ്പോർട്ടന്റ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഇത്ര നാൾ തമ്മിലൊരു പാറ്റേൺ ഉണ്ട് സിനിമയിൽ. ഒരു ത്രില്ലർ താകുന്നൊക്കെ ആയിട്ട് പിന്നെ കിട്ടി കുറച്ചാൾ മുമ്പോട്ട് പോയി, പിന്നെ ഒരു ഇമോഷണൽ എപ്പോഴും ഒരു ഈ പറയുന്ന സീരിയസ് ടോൺ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തന്നത് എനിക്ക് വന്ന സിനിമകൾ നല്ല സിനിമകൾ അങ്ങനെയാണ്. അപ്പം എന്റെ വേറെ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു ശുക്രൻ ബേസിക്കലി. എന്റെ ഒരു ഫൺ സൈഡ് അല്ലെങ്കിൽ ജോവിയൽ സൈഡ്, അങ്ങനത്തെ ഒരു ആക്ടിങ് ഫോമാറ്റ് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഏരിയ. അപ്പൊ അതിലൊരു ഫ്രഷ്നസ് എനിക്കും എന്റെ പ്രേക്ഷകർക്ക് എന്നെ കാണുന്നവർക്കും കിട്ടും. അതുപോലെ ഈ സിനിമയിൽ ഈ ഒരു ഫാമിലി എന്റർടൈനർ ആണെങ്കിൽ കൂടിയും അതിനകത്തൊരു ഈ ക്ലീഷേ പാറ്റേൺ അല്ല ഇത് പുലർത്തിയിരിക്കുന്നത്. അതൊരു ഫ്രഷ് അറ്റംപ്റ്റ് ആയിരിക്കും തോന്നുന്നു. എല്ലാ ഒരു ആർട്ടിസ്റ്റ് റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് എല്ലാം റെപ്പറ്റീഷനാ, പക്ഷെ ഹൗ യു സെർവ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തൊരു എന്താ പറയല്ലേ, മണിച്ചേട്ടൻ്റെ ഓഡിയൻസ് ഇല്ലായിരുന്നു. മണിച്ചേട്ടൻ്റെ ഓഡിയൻസ് ഇല്ലായിരുന്നു അത് പോയി കാണുന്നത്, അത്തരം ആഘോഷങ്ങളാക്കുന്നത്, അങ്ങനത്തെ ഇമോഷൻസിനെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന അങ്ങനെ ഒരു സിനിമ ആയിരിക്കും ചിലപ്പോൾ. വാച്ച് ഇറ്റ് ആൻഡ് സീ എന്നേ പറയാൻ പറ്റുള്ളൂ.